കൺട്രോൾ റൂം എനിക്ക് ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? എന്റെ പേര് ഡോക്ടർ കുര്യൻ എബ്രഹാം എന്നാണ്. കൺട്രോൾ റൂം. ഹലോ ഹലോ ഡോക്ടർ കുര്യൻ. ഡോക്ടർ കുര്യൻ ഞങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. ആമുഖമായി അങ്ങ് ഈ ബജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ചരിത്ര സംഭവമാണോ? വരാനിരിക്കുന്ന 100 വർഷത്തെ വികസനത്തിനായുള്ള അതിന്റെ മുന്നോടിയായുള്ളൊരു ബ്ലൂ പ്രിന്റായി അങ്ങ് കാണുന്നുണ്ടോ ഇതിനെ? നമ്മൾ ഇത് ആസ്പിറേഷണൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്, ഡ്രീം ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു ബഡ്ജറ്റ് പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വളരെ നല്ല പ്രപ്പോസൽസ് ഉണ്ട്. പക്ഷേ എല്ലാ സ്ഫിയറും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന അമൃത് കാലിന്റെ ആ പീരീഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട് അത്രയ്ക്കുള്ള ഇഫക്റ്റീവ് ഒരു ബഡ്ജറ്റ് ആണോ എന്നുള്ളത്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. പലതും പല വർഷങ്ങളും പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ പലത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല. ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖല അങ്ങ് ബാങ്കിങ്ങിന്റെ ഒരു എക്സ്പെർട്ട് ആണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അങ്ങക്ക് ഇത് ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ അടിസ്ഥാന വികസന മേഖലയ്ക്കാണ് ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. പ്രത്യേകിച്ചും റോഡുകൾ, പാലങ്ങൾ, ഹൈവേകൾ, അതുപോലെ റെയിൽവേക്ക് വലിയൊരു ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ ബജറ്റ് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വികസനത്തിന് ഒരു പുതിയ വഴി വെട്ടും എന്ന് കരുതാമോ നമുക്ക്? ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മള് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാര്യമായിട്ട് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 33% ഇൻക്രീസ് ആണ്, വർധനമാണ് ഈ പ്രാവശ്യം കാണിച്ചിരിക്കുന്നത്. അതായത് 10 ലക്ഷം കോടി വരെ ഇൻക്രീസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ഡബിൾ ഡിജിറ്റ് ഫിഗറിലേക്ക് പോയിരിക്കുന്നത്. 2020 ഒരു 3 times ഔട്ട്ലേ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേക്കും 2.41 lakh crores ഔട്ട്ലേ ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി നമുക്ക് ഇതുവരെ ഇല്ല. എന്തൊക്കെയാണ് അതിൽ വരാൻ പോകുന്നതെന്നുള്ളത് ഓവറോൾ നമ്മുടെ ജോബ് ക്രിയേഷനും ഓവറോൾ ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ക്ലാരിറ്റി നമുക്ക് വരാൻ സമയം എടുക്കുമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി വരാൻ സമയമെടുക്കും. ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നേരത്തെ TS ചന്ദ്രൻ സൂചിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഈ ഒരു ബജറ്റിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇതിനെയൊക്കെ അനലൈസ് ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 നിരാശ കേരളം പങ്കുവയ്ക്കുന്നത്. കേരളത്തിന്റെ നിരാശകൾ സ്വാഭാവികമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. 2 അല്ല 3 നിരാശകളാണ്. ഒന്ന്, ഈ എയിംസിനെ കുറിച്ച് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിനെക്കുറിച്ച് ബജറ്റിലൊന്നും മിണ്ടിയില്ല ധനമന്ത്രി. 2, വന്ദേ ഭാരത് ട്രെയിൻ. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരുമെന്ന് പറയുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്ന് ബജറ്റ് പറയുന്നില്ല. 3, പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടോ അവർക്ക് ആശ്വാസം പകരുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവും ബജറ്റിൽ പറഞ്ഞിട്ടില്ല എന്ന ഒരു നിരാശയും ഇന്ന് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അങ്ങ് എന്താണ് കരുതുന്നത്? നെഗറ്റീവ് പോയിന്റ്സ് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളിപ്പം നമ്മുടെ മെയിൻ ഇഷ്യൂ ഇവിടെ പ്രൈസ് റൈസും ഇൻഫ്ലേഷനും ഒക്കെ ആയിരുന്നു. അല്ല ശ്രീ കുര്യൻ, നെഗറ്റീവ് പോയിന്റ്സ് എന്റെ പോയിന്റ്സ് അല്ല കേട്ടോ. ഇത് 3ഉം ഇന്ന് ധനമന്ത്രി KN ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPM ഔദ്യോഗികമായി CPM DYFIയുടെ ഘടകവും ഒക്കെ പറയുന്ന കാര്യമാണ്. അല്ല ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഇൻഫ്ലേഷൻ ഓഫ് കോഴ്സ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. പക്ഷേ ഈ പ്രൈസ് റൈസിനെ കുറിച്ച് യാതൊരു ഇഷ്യൂ ഇല്ല, യാതൊരു പോയിന്റും കാര്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻസില് അതൊരു വലിയ ഇഷ്യൂ ആണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പറയുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും അവിടെയും നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ, ജനറൽ സ്റ്റേറ്റ്മെന്റ്സേ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ മെയിൻ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും മറ്റേതും വരുമ്പോൾ ആ ഡെവലപ്മെന്റിൽ നിന്ന് വർക്ക്സ് അല്ലെങ്കിൽ ജോബ്സ് ക്രിയേറ്റ് ആകുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന ഒരു 38,000 ടീച്ചേഴ്സ് ജോബ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കില്ലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതൊക്കെ ആ സ്കില്ലിങ്ങിനെ അതിന്റെ അടിയിൽ വേറെ പല സബ്ജക്ട്സ് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊന്നും നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല എവിടെയാണ് ഇത് വരാൻ പോകുന്നതെന്നുള്ളത്. അല്ല ശ്രീ കുര്യൻ, അതാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ വക തിരിച്ചോ ഇനം തിരിച്ചോ ഒന്നും ഈ ബജറ്റിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കർണാടകയ്ക്കുള്ള ഒരു 5,300 കോടി രൂപ മാത്രമാണ് അവരുടെ ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് എന്ന നിലയിൽ അനുവദിച്ചിട്ടുള്ളത്.
നമുക്ക് സ്വാഭാവികമായും തോന്നൊരു സംശയം, അങ്ങനെ ഈ വീതം വെച്ച് കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, വീതം വെച്ച് കൊടുത്തിട്ടില്ലാത്ത ഒരു സ്ഥിതിക്ക് 9 സംസ്ഥാനങ്ങളിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഒരു പ്രീപോൾ ബജറ്റ് എന്ന നിലയിൽ കൂടി ഈ ബജറ്റിനെ വിലയിരുത്തുന്നവരുണ്ട്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഈ വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ ഓടിപ്പോകുമോ, അല്ലെങ്കിൽ എയിംസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികളുണ്ടെങ്കിൽ പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഉയരുന്ന ഘട്ടമാണ്. അതെ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജസ് അല്ല, നമ്മുടെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ടല്ലോ, അത് 187 സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ചിലപ്പം കിട്ടാൻ അതിന്റെ അഗെയിൻ ഇതിലൊന്നും നമുക്ക് ക്ലാരിറ്റി ഇല്ല. ശ്രീ കുര്യൻ, കമലേഷ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തോട് അന്വേഷിക്കാനുണ്ടോ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട്? ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ മാത്യു ഇമ്മാനുവലിനോട് ചോദിക്കുകയും ഉത്തരം ലഭിക്കാതെ പോവുകയും ചെയ്തൊരു കാര്യമാണ് ഇതിൻ്റെ മൊത്തം വരുമാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചാർട്ടിൽ ഞാൻ നേരത്തെ ഒരു വട്ടം സൂചിപ്പിച്ചു, റുപ്പി കംസ് ഫ്രം എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഇനത്തിൽ 15% കേന്ദ്രത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ സിംഹഭാഗവും ബോറോവിംഗ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്നാണ് കാണിക്കുന്നത്, 34%. അത് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.